അതാണ്ടായി വക്കൻ. ചേട്ടത്തി ഞാൻ ബാങ്കിൽ പോകുകയാണ് കേട്ടാ. ചേട്ടത്തി ഇത് ഇവിടെ പോയി കിടക്കുകയാണ്. എവിടെയെങ്കിലും ചെന്ന് കിടക്കാനായിട്ട് ചേട്ടത്തി എന്നാ പട്ടിക്കുഞ്ഞ ഒറ്റത്തൊടി വെച്ചെന്നുണ്ടല്ലോ. ചേട്ടത്തി എന്താണ്ടാ വിളിച്ചത്? പട്ടിക്കുഞ്ഞെന്നാ. ഞാനൊരു സാമ്യം പറഞ്ഞതാണ്. ഒരു സാമ്യം പറയുമ്പോ കറക്റ്റ് ആയിട്ട് പറയണം കേട്ടാ. അങ്ങനെയാണെങ്കിൽ എരുമക്കുഞ്ഞ്. അനിയ ചൊടിച്ചു പണം കേട്ടാ. നോക്കിക്കോണ കേട്ടാ പൈലി. അത് ഞാൻ ഏറ്റി ചേട്ടത്തി. എടാ നാറി, നിന്നാളെ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിരുന്ന് തിന്നല്ലെന്ന്. കൊച്ചു മുതലാളി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിന്റെ ഒടുക്കത്തെ ഒരു തീറ്റി. തീറ്റിക്ക് അങ്ങനെ നേരവും കാലം വല്ല ഉണ്ടാ? അല്ല, കൊച്ചു മുതലാളി ഇത് എവിടെ പോകുകയാണ്? ബാംബെയില് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള മീൻകപ്പലിന്റെ കായ് ബാങ്കിൽ വന്നിട്ടുണ്ട്. അത് മേടിക്കാൻ പോകുകയാണ്. അതിന് കൊച്ചു മുതലാളിക്ക് കാശണ്ണി മേടിക്കാൻ വല്ല അറിയായ? നീ പോടാ ചിങ്കട്ടി. പുട്ടുംകട ഞാൻ വാരി കയറ്റണത് പോലല്ല മുതലാളിപ്പണി. നീ വാടാ പൈ. കൊല്ലോടാ. അർദ്ധൻ അല്പരാത്രിക്ക് കൊട പിടിക്കണ്ട. ചേട്ടതി കുറച്ച് പുട്ടും കൂടെ തരുവാ. കത്രീനെ ഈ ബ്ലാക്കിന് കുറച്ച് പുട്ടൂടി കൊണ്ടക്കൂടെ. കറിയും വേണം കേട്ടാ. ഇതെന്നാ കത്രി ചേച്ചി ഇത്രയും മൂക്കി വലിക്കാനാ? അല്ല, ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തരം. എന്തൊരു ആർത്തിപ്പണ്ടാറുവാണ് ഇന്നാ ഇത് നിങ്ങൾ തന്നെ നിന്നാ. എനിക്കങ്ങും വേണ്ട കേട്ടാ. വേണ്ടെങ്കി വേണ്ട, ഇതങ്ങ് പട്ടിക്ക് കൊടുത്തേക്കാം. അല്ല പിന്നെ എന്താ കത്രീന ചേച്ചി? എന്റെ പൊന്നു മകളെ, ഇപ്പൊ തന്നെ 10-12 കുറ്റി പുട്ട് തിന്നു കാണും. എന്നിട്ടും ചോദിക്കാണ് ഇനിയില്ലേന്ന്. കൊടുക്കണവർക്ക് നാണം വന്ന്. ഓ വന്ന് ബ്ലച്ചിക്കൊച്ചിനറിയാല്ല. എന്നെങ്കിലും കഴിക്കണമെങ്കിൽ നന്നായി കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കരുതും. നീ അവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കണ്ടാ ഇങ്ങനെ സ്നേഹമുള്ളവര്. എന്റെ മാതാവെ കൊണ്ടുവരുന്നു കണ്ട. വയറ് നിറച്ച് കഴിച്ചോളണം, ഒന്നും മിച്ചം വെക്കരുത് കേട്ടല്ലോ. അപ്പൊ പാത്രവും വേണ്ട? അയ്യോ, പാത്രം വേണം. ഇത് കണ്ട, ഇങ്ങനെ വേണം തിന്നാൻ തരാൻ കേട്ടാ കത്രിയെ. നീ വലിയ കൊമ്പസ്രാവായിരിക്കും. എന്നോട് കളിച്ചാ വെട്ടിക്കൊണ്ടിച്ച് കറി വെക്കും കേട്ടാ. ഓ പിന്നെ നമ്മ തമ്മി ഇഷ്ടാണെന്നാ തുറക്കാര് പറയണത്. ആണോ? എനിക്കും ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട് കേട്ടാ. ഒരു ഒറ്റ അടി വെച്ചാലുണ്ടല്ലോ, മര്യാദക്കിരുന്ന് ആഹാരം കഴിച്ചിട്ട് അപ്പനോട് പൊക്കം. ഓ, ഒരു ബ്ലാക്ക് ആയിട്ട് നടക്കുന്നു. നിങ്ങൾ തമ്മി പ്രേമാണ്. ആ, കെട്ടാൻ പോണയാണ്. എന്നതാണ് നിനക്ക് ജീവിതം മടുത്ത? ചേടതി കെട്ടിയതാണ്. ആണ്. ജീവിതം മടുത്തിട്ടാണ് കെട്ടിയത്. എടാ മരക്കഴുത്, ഓ ആ പെങ്കൊച്ചിനെ കെട്ടാമെന്ന് 2 എണ്ണം കെട്ടുന്നതിന് മുമ്പ് ചത്ത്. അറിയാവാ? ആദ്യം പോലീസിലൊരു വലിയ ആഫീസറെ കൊണ്ട് കല്യാണം ഉറപ്പിച്ച് കെട്ടാൻ വന്ന വഴിക്ക് ലോറി ഇടിച്ച് ചത്ത്. രണ്ടാമത്തത് ലക്ഷങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞൊരു കരക്കട്ടറെ കൊണ്ടുവന്ന് അമിട്ടും കുണ്ടുമൊക്കെ പൊട്ടിച്ചാണ് സ്വീകരിച്ചത്. കെട്ടാൻ വേണ്ടി പന്തലിൽ കയറിയതും കുണ്ടിനേക്കാ ചത്തത്തിൽ ചങ്കു പൊട്ടി അയാളും ചത്ത്. ഇപ്പൊ ആരെ കിട്ടാത്തത് കൊണ്ടാണ് നിന്നെ കേറി പിടിച്ചത്. നിന്നെ കെട്ടിയാ പിന്നെ മുതലാളിക്ക് തല്ലാനും മകാക്ക് കൊല്ലാനും ആളായില്ല. അപ്പൊ ബ്ലച്ചിക്കൊച്ച് കാലനാണല്ലേ? കോലനല്ല കോലി. അവൻ അടുക്കള കാണും. പതുക്കെ തിന്നടാ, തൊണ്ടേ തങ്ങി ചത്തു. ഇത് മലമ്പാമ്പ് കോഴി തിന്നണ മാതിരി ഉണ്ടല്ലോ. ഞങ്ങൾ തിന്നൂന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് വേണ്ട കേട്ടാ, പെട്ടെന്നൊന്ന് വന്നാ മതി. തല്ലാനാണ്? ഞാനില്ല കേട്ടാ. തല്ലാനല്ലെന്നേ, നിന്റെ അപ്പൻ ഷാപ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കണെന്ന്. നിന്നെ ഇപ്പൊ കാണണമെന്ന് ഞങ്ങൾ വിളിക്കാൻ വന്നേണ്. അപ്പൻ ഷാപ്പിലാണ്. അപ്പൻ ഷാപ്പിലാട്ട് പോവാ. കണ്ടാ എന്റെ വ്യാകുല മാതാവേ, ഷാപ്പിലാട്ടെന്ന് പറഞ്ഞിട്ട് വയറ്റിലാട്ടാണല്ലോ പോണത്. കടലിപ്പാതയാണ് അതെന്താണ്ടാ, മാനത്ത് ചെത്തണ കള്ളാണ്ട, അന്തിക്കോടവും കൊണ്ടു മുങ്ങണതാരാണ്ടാ, ചൂരനെ പോലുള്ള മോനാണ്ട എന്റെ ബ്ലാക്കാണ്ട. അപ്പൻ എന്നെ വിളിച്ചായിരുന്ന? എന്റെ മഹം വന്നായിരുന്ന. അങ്ങോട്ട് കേറിയിരിക്കും. അപ്പൻ എത്ര നേരമായിട്ട് വിളിക്കാന്നറിയാവാ. കാലത്തപ്പൻ കടലിൽ പോകുമ്പോ എന്റെ പൊന്നുമാൻ ഉറങ്ങായിരുന്നു. ഒന്നും കഴിച്ചില്ലടാ. ഞങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. നീ കഴിച്ചോന്ന് ഞാൻ ചോദിച്ചോടാ. എന്റെ മകൻ കഴിച്ചോടാ ചോദിച്ചു. കഴിച്ചാർന്ന്. അയ്യോ, അവിടുന്ന് ശകലം പുട്ടല്ലേ കഴിച്ചോളൂ. അതെ, ഇപ്പോഴും നല്ല വിശപ്പാ. അയ്യോ എടാ ചെമ്പരന്റെ, ഇവിടെ ഉള്ളതല്ല ഇങ്ങോട്ട് കൊണ്ടുപോടാ. എന്റെ ബ്ലാക്കിന് വിശക്കണ്, എന്റെ മകന് വിശന്ന അവന്റെ അപ്പന് സങ്കടപ്പെടുവാടാ. എന്റെ മുത്താണ്, വേഗം കൊണ്ടുപോടാ. കൊണ്ടുവരാണ്.
എന്തപ്പനും മോനാണ്. അവിടെ തലയില്ലെങ്കിൽ ഇങ്ങാട് വെച്ച് 15 അപ്പം ഉണ്ടാട്ടാ. അവന്റെ വയറ്റ് ഇനി കൊള്ളാൻ സ്ഥലമില്ല. അപ്പൊ നമുക്കും കിട്ടൂല്ലേ സീസറെ? ചീങ്കണ്ണിയുടെ വയറാ കണ്ടറിയണം. അയ്യേ നിലത്തുനിന്ന് എടുത്തിട്ടണം ശവം. അപ്പൊ എടുത്തിട്ട് പാ ചുരുട്ടണ പോലെ ചുരുട്ട്, എന്നിട്ട് ചാറിൽ മുക്കിയടി. അങ്ങനെ കർത്താവേ ഇവൻ സൊനാമിയാ, മൊത്തത്തിൽ വിഴുങ്ങിക്കളയും കേട്ടാ. ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കടാ. എന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാ കവനിക്കാൻ കേട്ടാ. അയ്യോ ഇങ്ങനെ വെള്ളം ഇറക്കിയ എന്റെ മകന്റെ വയറ് കൊളമാവും. അത് കൊള്ളാമല്ലല്ല, കടലല്ലേ. പ്രാകാരടാ. ഇവൻ പത്രോസേട്ടൻ തിമിംഗലത്തിൽ ഉണ്ടായതാണെന്നാ തോന്നണത്. അതല്ലടാ കടലാനയിലുണ്ടായത്. എടാ ചെമ്പരന്റെ ആ. അവന്മാർക്കൂടെ എന്തെങ്കിലും തോട. പക്ഷെ എന്റെ മകന്റെ വയറ് എറിഞ്ഞിട്ടാ നിങ്ങ എഴുതേക്കാവൂ കേട്ടാ. അപ്പൊ ഞങ്ങൾ എണീക്കണ്ടേ? എണീക്കണ്ടെങ്കി എണീക്കണ്ട, കൊണ്ടുപോടാ. ഉണ്ടായിരുന്നെല്ലാം ബ്ലാക്കിന് കൊടുത്തില്ലേ, ഇനി ഇവിടെ ഒന്നുമില്ല. മുതലാളി ഞങ്ങളുമായി എഴുന്നള്ളുന്നേ, ഇന്ന് വഴിമാറിക്കോ. ഇത്തവണ മുടിഞ്ഞ പോയിത്താണ് കേട്ടാ. എടാ പോവാ, എന്റെ ബ്ലസിമോള് മീൻ പെയ്ത്ത് കാണാൻ വന്നിട്ട് ചാള മാത്രമേ ഉള്ള നെയ്മീനില്ലേടാ. കടലിലുണ്ട് മുതലാളി. പുളക്കല്ലേ കരകരട്ട് പുളക്കല്ലേ കേട്ടാ. എടി ബ്ലസിക്കൊച്ചേ, നീ ഡിഗ്രി പാസ്സായെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടാ. മുമ്പള കൂലത്തൊഴിൽ ഇതാണല്ല. അത് ശരിയാണ്, മുതലാളിയുടെ കാലശേഷം കടലിലാട്ട് പോകാൻ ഈ ഒരു ബന്ധരിയല്ലേ ഉള്ളൂ. കടലിൽ പോകാനോ ഒറ്റ കുത്തുവെച്ചെന്നല്ല. ഇവനാള് സ്വയംവരാണ് കേട്ടാ. എന്നത് എന്നതാടി ഈ ഊമ്പാട് നമ്മുടെ ആരോഗ്യം. ഇത് തരത്തില്ല കേട്ടോ. അത് അവൻ പിടിച്ച മീനാണ്, ഞാൻ ചോദിച്ചിട്ട് പോലും തരണില്ല. എടാ ബ്ലാക്ക്, ഇതിന് എത്ര വേണച്ചാ തരാം. ഇത് കൊടുക്കാനല്ലെന്നേ. അന്നാ നീ കൊണ്ടുപോ. നല്ല വില പറയുന്നുണ്ട് മകനെ, കൊടുത്തിട്ട് ഷാപ്പിൽ പോവാടാ. ഷാപ്പിൽ പോവാം, പക്ഷെ ഇത് കൊടുത്തിട്ട് ഷാപ്പിൽ പോവാൻ കുറെ പുളിക്കും. എടാ ബ്ലാക്ക്, ഇത് ഹനുമാൻ കുമ്പാരി മലയും കൊണ്ട് വരണ പോലെ ഉണ്ടല്ലോ. ഹനുമാൻ കുമ്പാരി അല്ല, ഹനുമാൻ വക്കച്ച. ഇവൻ പോളപ്പൻ മകനെ, ഒറ്റ വില എന്നാ വേണം. ഇത് മുതലാളിക്ക് തരത്തില്ല, ഇത് വേറെ ആളൊക്കെള്ളതാ. മുതലാളിക്ക് കൊടുക്കാൻ നീ വേറെ ആൾക്കാർ കൊടുക്കാൻ പോണത്. ഞാൻ കാണിച്ചു തരാം. ബ്ലച്ചിക്കൊച്ചന് ബ്ലാക്കിന്റെ വക സമ്മാനം. പിടിച്ച അപ്പന്റെ മകൻ തന്നെയാണ് കേട്ടാ. അല്ല മിസ്റ്റർ തറയണ, എടോ ഞാൻ തറയാൻ മുതലാളിയാണോ? നിങ്ങ ആരാണ്? ഹോൾഡിംഗ് ചെയ്യാനാ? എടോ ഹോൾഡിംഗ് ചെയ്യാൻ പറയണ. ഹോൾഡിംഗ് ചെയ്യാൻ പറഞ്ഞ എന്റെ മാതാവേ, ഇത്രയും മുട്ടൻ തെറി പറഞ്ഞ ആരാണവൻ? കുളിച്ചതെറി അങ്ങാട് പറഞ്ഞ മുതലാളി. കാവേന പൂവേണ. എടാ നിന്റെ അപ്രാണെന്ന് പറയടാ. അയ്യോ കുമാരൻ സാറാ, എനിക്ക് അണ്ടർസ്റ്റാൻഡിംഗുമായില്ല കേട്ടാ. ഇപ്പൊ എവിടുന്നാണ് വിളിക്കണത്? ബോംബെന്നാ. പിന്നെ വിശേഷം വല്ലതും ഉണ്ടാ? മകളാ? അല്ല കുമാരൻ സാറേ, മകള് പുറത്തെങ്ങാണ്ട് പോയിരിക്കായിരുന്നല്ല. എവിടാ? മുമ്പളെ വൈദ്യുതി പൂസതിന്റെ അടുത്താ. പിന്നെ എന്നാത്തിനാണ്? ഫസ്റ്റ് പുള്ളി ആളൊരു തിമിങ്ങലാണ്. അല്ലേ മകളെന്നാണ് ഇങ്ങോട്ട് വരണത്? കർത്താവേ, നാളെയാ? നാളെ വന്നിട്ടെന്ന് ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റി. അപ്പൊ ശരി, ഓക്കെ ഓക്കെ. അല്ല ഓ, വെള്ളം കുടിച്ചു കേട്ടാ. വിളിച്ചത് എവിടുന്നെന്ന് അറിയായ? ബോംബെന്ന്. ആരാന്നറിയായ? കുമാരൻ സാറ് എന്റെ ഫ്രണ്ട്സാണ്. അവിടുത്തെ പോലീസ് മന്ത്രിയാടാ. കടലിൽ മീൻ പിടിക്കണ 5-8 കപ്പലുണ്ട് പുള്ളിക്കാരന്. എടാ നമ്മുടെ 2 കപ്പല് വാടകയ്ക്ക് വാങ്ങിയിട്ടുണ്ടാ. നമ്മ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ കാഴ്ച നമുക്ക് തരും കേട്ടാ. ആ കുമാരൻ സാറിന്റെ മകൾ ഇങ്ങേട്ട് വരികയാണ്. ആ കൊച്ചിന്റെ ആക്കിട്ടാണ് കേട്ടാ. അമേരിക്ക പോയി FACT ഒക്കെ പാസ്സായതാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എടാ പൂവന്മാരെ, ആ കൊച്ചു നമ്മുടെ മൂസലിന്റെ അടുത്ത് പരീക്ഷണം പഠിക്കാൻ വരികയാണ്. ടൗണിൽ അവർക്ക് വലിയ മംഗളാവൊക്കെ ഉണ്ടടി. പക്ഷെ ആരുടെ ഭവനത്തിങ്കിലാണ് വരണത്? ഈ തലകന്റെ ഭവനത്തിങ്കൽ. അപ്പൊ ആ കൊച്ചു വരുമ്പോ നമ്മ തുറക്കാൻ കാര്യമായിട്ടൊന്നും സ്വീകരിക്കണ്ടേ? എടാ സീസറെ, നീ പോയി ആ ബാൻഡുകാരി ഒന്ന് ബുക്ക് ചെയ്തേ. പിന്നെ ഒരു കണ്ടീഷൻ, പോക്കറ്റ് നന്നായിട്ട് ഊതണം. പിന്നെ ആ ചേച്ചി വരുന്നതിന് ഇത്ര ഒരുക്കം. യാണമടി മകളെ, ബോംബെയിലെ പോലീസ് മന്ത്രിയുടെ മകളാണ് വരണതേ.